ഞാൻ ശ്രീ റഹ്മത്തുള്ളയിലേക്ക് കൂടി പോവുകയാണ്. അദ്ദേഹം മലബാറിന്റെ രാഷ്ട്രീയം കുറച്ചുകൂടി അറിയാം. ഇവിടെ ശ്രീകുമാർ സാർ പറഞ്ഞു വെച്ചതുപോലെ ഒരു പക്ഷേ ഹൈന്ദവ ക്രൈസ്തവ സാമുദായിക നേതാക്കൾ പറയുന്നത് പോലെ അല്ലല്ലോ ശ്രീ റഹ്മത്തുള്ള ഇസ്ലാമിക സമുദായ നേതാക്കൾ പറയുന്നത്. അവിടെ കുറച്ചുകൂടിയൊക്കെ കൃത്യമായി ചിട്ടയായി വോട്ടുകൾ രേഖപ്പെടുത്താൻ സാധിക്കുന്ന ഒരു മതസംവിധാനം അവർക്കുണ്ടല്ലോ. ഇവിടെ ഇതാ നമ്മൾ ഈ പഴയ കാലത്തിലേക്ക് ഇപ്പോൾ വി.ഡി. സതീശൻ ചെന്നിത്തലയെ മറികടന്നുകൊണ്ട് പ്രതിപക്ഷ നേതാവാകുന്ന ഒരു സാഹചര്യം. പലപ്പോഴും പ്രതിപക്ഷ നേതാവിൻ്റെ വാർത്താ സമ്മേളനത്തിന് തൊട്ടു മുമ്പ് രമേശ് ചെന്നിത്തല വാർത്താ സമ്മേളനം വിളിക്കാറുണ്ട് എന്നത് മാധ്യമപ്രവർത്തകർക്ക് കൃത്യമായി അറിയാം. ഈ കഴിഞ്ഞ ദിവസം NSSൻ്റെ ആസ്ഥാനത്തേക്ക് ചെന്നിത്തല പോകുമ്പോഴാണ് ഇപ്പുറത്ത് വലിയ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ വിളിച്ചു ചേർത്തത്. അതൊക്കെ മാധ്യമപ്രവർത്തകർക്കൊരു ഓർമ്മപ്പെടുത്തലും ഓർത്തെടുക്കലുമാണ്. നമുക്കതെല്ലാം മാറ്റിവെക്കാം. അപ്പോഴും ഒരു കാര്യമുണ്ടല്ലോ ശ്രീ റഹ്മത്തുള്ള, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെന്നിത്തല നടത്തിയിട്ടുള്ള കൂടിക്കാഴ്ചകൾ അല്ലെങ്കിൽ പങ്കെടുത്ത യോഗങ്ങൾ, NSS, SNDP, അതിനുശേഷം ഇതാ മലബാറിലേക്ക് എത്തുന്നു. ഇപ്പോൾ പോലും ഞങ്ങൾ നൽകിയ ദൃശ്യങ്ങളിൽ അദ്ദേഹം ഏത് വേദിയിൽ ആരോടൊപ്പം എന്നതാണ്. അതിനൊരു പ്രസക്തിയുമില്ല എന്ന് നിരീക്ഷിക്കാൻ സാധിക്കുമോ? അങ്ങനെ സാധിക്കില്ല. കാരണം ചെന്നിത്തല ഇപ്പോൾ താൻ കൂടി കോൺഗ്രസിൽ ഏത് സ്ഥാനത്തേക്കും മത്സരിക്കാനുണ്ട് എന്ന രീതിയിലാണ് നിലകൊള്ളുന്നത്. മാത്രമല്ല, മുസ്ലിം ലീഗിന്റെ സ്വീകാര്യത നേടിക്കൊണ്ട് കോൺഗ്രസിൽ തനിക്കിപ്പോഴും വലിയ സ്വാധീനമുണ്ട്, അല്ലെങ്കിൽ കേരളീയ സമൂഹത്തിൽ തനിക്ക് വലിയ സ്വാധീനമുണ്ട് എന്ന് തെളിയിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് രമേശ് ചെന്നിത്തല എന്ന് നമുക്ക് പറയേണ്ടി വരും. മാത്രമല്ല, മുസ്ലിം ലീഗിന് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഒക്കെ നൽകിയിരുന്ന ഒരു പ്രാധാന്യം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നൽകുന്നില്ല എന്ന പരാതി ആ പാർട്ടിക്ക് നേരത്തെ ഉള്ളത് തന്നെയാണ്. അതുകൊണ്ട് ചെന്നിത്തലയിലൂടെ തങ്ങളുടെ അപ്രമാദിത്വം ഒന്നുകൂടി തെളിയിച്ചെടുക്കാനുള്ള ഉത്തരവാദിത്വം മുസ്ലിം ലീഗ് ഏറ്റെടുത്തിരിക്കുന്നു. അതുകൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ മേൽക്കൈയിൽ നടന്നു വരുന്ന പട്ടിക്കാട് ജാമിയ നൂരിയ സമ്മേളനത്തിലേക്ക് ചെന്നിത്തലയെ ക്ഷണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ചെന്നിത്തല ആ സമ്മേളനത്തിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മുസ്ലിം ലീഗിനെ കൂടെ കൂട്ടി കോൺഗ്രസിന്റെ സ്വീകാര്യത നേടിക്കൊണ്ട് താൻ കൂടി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉണ്ടാകും, അല്ലെങ്കിൽ കോൺഗ്രസിലെ പ്രധാന സ്ഥാനങ്ങൾ പങ്കുവെക്കുമ്പോൾ തന്നെ കൂടി പരിഗണിക്കേണ്ടതുണ്ട് എന്ന് കോൺഗ്രസ് നേതൃത്വത്തെ ബോധ്യപ്പെടുത്താനുള്ള കഠിന ശ്രമത്തിലാണ് കഴിഞ്ഞ ഒരു മാസമായി രമേശ് ചെന്നിത്തല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം ജി സുകുമാരൻ നായരെ പോയി കണ്ടു, വെള്ളാപ്പള്ളി നടേശനെ കണ്ടു. ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ വേദിയിലെത്തിക്കൊണ്ട് മുസ്ലിം സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയാണ്. അടുത്ത ദിവസം തന്നെ അദ്ദേഹം കാന്തപുരത്തെ ചെന്ന് കാണുന്നുണ്ട് എന്നാണ് നമുക്ക് കിട്ടുന്ന സൂചനകൾ. മുസ്ലിം സമൂഹത്തിലെ മുസ്ലിം സാമുദായിക സംഘടനകളുമായി വി.ഡി. സതീശനേക്കാൾ ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ് രമേശ് ചെന്നിത്തല എന്ന് നമുക്കറിയാം. അതുവഴി മലബാറിലും തനിക്ക് സ്വാധീനമുണ്ട്, മുസ്ലിം സംഘടനകളിലും സ്വാധീനമുണ്ട് എന്ന് തെളിയിക്കാനുള്ള അടവുകളാണിപ്പോൾ ചെന്നിത്തല പയറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് സത്യം. ഇത് ഒരു യാഥാർത്ഥ്യമാണ്. സാമുദായിക സംഘടനകളുമായി തനിക്ക് NSSും SNDPയുമായി മാത്രമല്ല മുസ്ലിം സാമുദായിക സംഘടനകളുമായും ഏറ്റവും ഹൃദയഭേദകമായ ബന്ധമുണ്ട് എന്ന് കോൺഗ്രസ് നേതൃത്വത്തെ ബോധ്യപ്പെടുത്താനാണ് ഇപ്പോൾ ചെന്നിത്തല ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ശ്രീ റഹ്മത്തുള്ള, അങ്ങനെ ഒരു ശ്രമം നടക്കുമ്പോൾ മറുഭാഗത്ത് ഈ സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷ നേതാവായതിനു ശേഷം വി.ഡി. സതീശൻ അടുപ്പം പുലർത്തിയിരുന്നത് ക്രൈസ്തവ സംഘടനകളോട് ആയിരുന്നു എന്നത് നമുക്ക് അറിയാം. അതുകൊണ്ടാണ് നേരത്തെ മാരാമൺ പോലെയുള്ള ചില പരാമർശങ്ങളൊക്കെ നമ്മുടെ ചർച്ചയിലടക്കം ഉയർന്നു വരികയും ചെയ്തത്. ഇപ്പോഴും ആ ഒരു പിന്തുണയിൽ വി.ഡി. സതീശന് വലിയ മാറ്റമുണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു. മറുഭാഗത്ത് ലീഗ് ആകട്ടെ കുറച്ചുകൂടി സമ്മർദ്ദ ശക്തിയുള്ള ഒരു പാർട്ടിയാണ്. ഒരു പക്ഷേ ഇടതുപക്ഷത്തേക്ക് ലീഗിനെ എത്തിക്കാനുള്ള നീക്കങ്ങളോ അല്ലെങ്കിൽ ലീഗിനെ സുഖിപ്പിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളോ ഒക്കെ ഇടതു നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായതും നമ്മൾ കേട്ടതാണ്. പക്ഷേ ഇനിയിപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകണമെന്നില്ല. പക്ഷേ ലീഗ് UDFനോടൊപ്പം അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ തുടരേണ്ടത് അനിവാര്യതയാണ് എന്ന് ദേശീയ നേതൃത്വത്തെ കൃത്യമായി അറിയിക്കാൻ, അവിടെ താൻ ആണ് ആ ഇഴയടുപ്പത്തിൻ്റെ ബ്രിഡ്ജായി പ്രവർത്തിക്കാൻ പോകുന്നത്, പാലമായി പ്രവർത്തിക്കാൻ പോകുന്നത് എന്ന തരത്തിലൊക്കെയുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കാനെങ്കിലും ചെന്നിത്തലയ്ക്ക് സാധിച്ചാൽ അത് മറ്റുള്ളവരെ കടത്തിവെട്ടുന്ന ഒരു നീക്കമായി മാറുകയും ചെയ്യില്ലേ ശ്രീ റഹ്മത്തുള്ള? മുസ്ലിം സമുദായത്തിന് കൂടുതൽ സ്വീകാര്യൻ
താനാണ് എന്ന് വരുത്തി തീർത്ത് മുസ്ലിം സമുദായം UDFന്റെ കൂടെ നിൽക്കണമെങ്കിൽ താൻ കൂടി നേതൃപദവിയിൽ ഉണ്ടാകണം എന്ന് കോൺഗ്രസ് നേതൃത്വത്തെ ബോധ്യപ്പെടുത്താനാണ് ചെന്നിത്തല ചില നീക്കങ്ങൾ നടത്തുന്നത്. എല്ലാ മുസ്ലിം സംഘടനകളുമായും വളരെ അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ആളാണ് ചെന്നിത്തല എന്ന് മനസ്സിലാക്കണം. ഇന്ന് അദ്ദേഹം പങ്കെടുക്കുന്ന ജാമിയ നൂരിയയുടെ പരിപാടികളും ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ EK വിഭാഗം സമസ്തയുടെ നേതാക്കന്മാർ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അടക്കമുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുമായുള്ള കൂടിക്കാഴ്ച ചെന്നിത്തല ഉദ്ദേശിക്കുന്നുണ്ട്. അടുത്ത ദിവസം തന്നെ ഇടതുപക്ഷത്തോട് ആഭിമുഖ്യം ഉണ്ടെങ്കിലും പലപ്പോഴും UDFനെ സഹായിച്ചിട്ടുള്ള കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ അദ്ദേഹം കാണുന്നുണ്ട്. അതുപോലെ തന്നെ മുജാഹിദ് പക്ഷത്തുള്ള നേതാക്കളുമായും ചെന്നിത്തലയ്ക്ക് വളരെ അടുപ്പമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മുസ്ലിം ലീഗിന്റെ സഹായത്തോടുകൂടി മുസ്ലിം സാമുദായിക സംഘടനകളെയെല്ലാം തന്റെ കൂടെ നിർത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ ചെന്നിത്തല ആരംഭിച്ചിട്ടുള്ളത്. അതിൽ അദ്ദേഹം വിജയിക്കുക തന്നെ ചെയ്യും എന്നതിൽ ഒരു സംശയവുമില്ല എന്നതാണ് സത്യം. ശ്രീ റെജി ലൂക്കോസ്, താങ്കൾ